കൽപ്പാത്തി ഗ്രാമം ഒരുങ്ങിക്കഴിഞ്ഞു. രഥോത്സവം തുടങ്ങാൻ പോവാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൽപ്പാത്തി അഗ്രഹാരത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമായ രഥോത്സവം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 15, 16, 17. അപ്പോൾ ഈ 3 ദിവസങ്ങളാണ്. 8-ാം തീയതിയാണ് ഇതിൻ്റെ കൊടിയേറ്റം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. വീട് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഏകദേശം ഒരു 6 മണിക്ക് നമ്മൾ ഇറങ്ങി. ഇവിടെ ഒരു 7 മണിയൊക്കെ ആയിട്ട് എത്തി. അപ്പോൾ രാവിലത്തെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വഴിയൊന്നുമില്ലല്ലേ. നമ്മൾ കൽപ്പാത്തി പുഴയുടെ ആ സൈഡൊക്കെ കണ്ടു. നല്ല അതിമനോഹരമായിട്ടുണ്ട്. പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം അമ്പലത്തിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടുത്തെ ശിവൻ്റെ അമ്പലത്തിൽ വന്നിട്ട് തൊഴുതിറങ്ങാണ്. എന്നിട്ടാണെങ്കിൽ ചായയല്ല കോഫി കുടിക്കാൻ വേണ്ടി പോകാം. ഞങ്ങൾ വന്ന മുതൽ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ്. ഈ രഥമൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തുള്ളൊരു സെൻട്രലായിട്ടുള്ളൊരു കടയാണ്. പക്ഷെ ഞങ്ങൾ ഇവിടേക്കല്ല പോണത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫിൽട്ടർ കോഫിയുടെ ഒരു ഇത് കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇവിടെ 3 രഥങ്ങളുണ്ട്. 1, 2, 3 രഥങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മൊത്തത്തിലൊരു 6 രഥമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത്. നമുക്ക് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫിൽട്ടർ കോഫി ഭയങ്കര ചൂടാണ്. ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് കുടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. നല്ല ആറ്റണ്ടായി. അപ്പോൾ ഇവിടുത്തെ ഫിൽട്ടർ കോഫി എക്സ്പീരിയൻസ് ചെയ്തു മണീസ് കഫേലത്തെ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഫിൽട്ടർ കോഫീനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ നല്ലൊരു കോഫിയാണ്. നമ്മുടെ ഏരിയയിലൊന്നും ഇങ്ങനത്തെ അടിപൊളി ഒരു കോഫി കിട്ടാനില്ല. അത് ഇനിയിപ്പോൾ എനിക്കറിയില്ല, ബ്രാഹ്മിൻസിൻ്റെ എന്തെങ്കിലും ഒരു ടോണാണോ എന്താണെന്ന് അറിയില്ല. ഈ കൽപ്പാത്തിയിൽ മൊത്തത്തിൽ ഒരു എല്ലാ കാപ്പിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു തമിഴ്നാട് സ്റ്റൈൽ കോഫിയാണ്. ரொம்ப പ്രമാദമായിരിക്കും. രഥത്തിൻ്റെ ഫ്രണ്ടിൽ ഇതാ കാപ്പിയൊക്കെ ഇതാ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ മടക്കി അങ്ങനെ ഇരുന്നിട്ട് വേണം കുടിക്കാൻ. അപ്പോൾ അതിനിതാ കുടിച്ചില്ല. സംഭവം കാപ്പി കഴിയാറായി. എന്തായാലും ഞങ്ങളിതാ ഇവിടുത്തെ കുമരൻ കഫേയിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നല്ല മസാല ദോശ, നെയ് റോസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയാൽ. ഉത്സവം കാണാൻ വന്ന് ഫുഡിൻ്റെ വീഡിയോ എടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ കയറി കഴിക്കേണ്ടത് അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇവിടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ 8-ാം തീയതിക്ക് ശേഷം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 8-ാം തീയതിയാണ് കൊടിയേറ്റം. ഇവിടെ ഗ്രാമത്തിൽ വന്നിട്ട് ഇതാ അതേപോലെ രഥത്തിൻ്റെ ചുറ്റും ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം എല്ലാവരും എടുക്കുന്നത്, കാരണം പുറത്തൊക്കെ നല്ല വെയിലുണ്ട്. എല്ലാ ഷോപ്പിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കൽപ്പാത്തിയിലെ ഒരു അമ്പലം. ഇവിടെ ചുറ്റും അമ്പലങ്ങൾ, ഒരുപാട് അമ്പലങ്ങളുണ്ട്. തൊട്ടടുത്തടുത്തായിട്ട് അമ്പലങ്ങളാണ്. കാട് ഗ്രാമങ്ങളിലൊക്കെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമം കൽപ്പാത്തി തന്നെയാണ്. പിന്നെ കൊടുന്തരപ്പള്ളി ഗ്രാമത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂജാ സമയത്ത് നടക്കുന്ന ഉത്സവമാണ്. ഇവിടുത്തെ മെയിൻ ഉത്സവം പറഞ്ഞാൽ രഥോത്സവമാണ്. രഥം 7-ാം തീയതി. ഇത് അവിടെ ഒരു അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരും രഥം, അങ്ങനെയല്ലേ? അത് ആദ്യം ശിവൻകോവിൽ ഫസ്റ്റ് തുടങ്ങും. ശിവൻകോവിൽ തുടങ്ങി അത് അവിടെ നിന്ന് നേരെ മണ്ടക്കര പോകും. സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നു. അവിടെ തിരിച്ച് വന്നിട്ട് ഈ അച്ചമ്പടിക്കൽ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ദിവസം അച്ചമ്പടിക്കലല്ലേ? ഈ വഴിയിൽ അവിടെ വന്നു. അവിടെ ഇങ്ങനെ വന്ന് നേരെ പോയി ചാത്തപ്പുരം പോകും. ചാത്തപ്പുരം പോയി തിരിച്ച് ഓക്കെ, ശരി കേട്ടോ. വാഹന നിലയം, അതായത് രഥത്തിൻ്റെ ചുറ്റുമുള്ള ഒരു പ്രതിഷ്ഠകളൊക്കെയാണ്. അപ്പോൾ ഇത് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത്.
ദേവികളെയാണ് സൂചിപ്പിക്കുന്നത്. ഗരുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷ്ണുവിനെയാണ്. പിന്നെ ഹംസം വന്നിട്ട് സരസ്വതി ദേവിയുടെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. പിന്നെ അപ്പോൾ ഇത് അഗ്രഹാരത്തിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു കൽപ്പാത്തി പുഴ ഉണ്ട്. അപ്പോൾ പുഴയിലേക്കും കൂടി നമ്മൾ പോയി നോക്കട്ടെ. അതാ അങ്ങോട്ട് ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഗ്രാമങ്ങളിൽ തന്നെ വരണം. കൽപ്പാത്തി പോലുള്ള ഗ്രാമങ്ങളിൽ വന്നാലാണ് നല്ല പഴയ സൈക്കിളും പഴയ ഓർമ്മകളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പണ്ടൊക്കെ വന്ന സമയത്ത് ഇതിലും വലിയ വൈബായിരുന്നു. അപ്പോൾ ആ വൈബൊക്കെ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ആ ഒരു കണ്ട പുഴ കാണുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ പുഴ അത്യാവശ്യം വൃത്തിയാക്കി ആദ്യം വന്നിട്ട് പുഴ കണ്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പുറത്തേക്ക് നമ്മളിവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്നതാണ്. അപ്പോൾ സമയം ഏകദേശം 9 മണി വരെയായി. ഇതുവരെയായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല, കാരണം നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ മെയിൻ കടകളിൽ ഏതെങ്കിലും പോകാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ പഴമയൊക്കെ സ്നേഹിക്കുന്നവർ എന്തായാലും കൽപ്പാത്തിയൊക്കെ വരിക. അപ്പോൾ നല്ല അടിപൊളി ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ആൾക്കാരുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ജീവിതമൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. പഴയകാല ഇതൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ കൽപ്പാത്തിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ കുറച്ച് ദൂരെ വെച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നടന്ന് വരണം. ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പക്ഷേ ഇന്ന് തിരക്കില്ല എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണ്ട. പക്ഷേ രഥോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ഒരു പൈതൃകവും അതേപോലെ ഭക്തിയും എല്ലാം ചേർന്നിട്ടുള്ളൊരു സ്വർഗ്ഗഭൂമി, അതാണ് കൽപ്പാത്തി. എല്ലാ വർഷവും രഥോത്സവം നടക്കുക നവംബറിലാണ്. ഈ ഗ്രാമത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഉത്സവം. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. ഇനി നാടൊരുങ്ങി. അപ്പോൾ ഇതാണ് വീട് ഒരുങ്ങുന്നത്. അതേപോലത്തെ നാടും ഗ്രാമം രഥോത്സവത്തിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. മുറുക്ക്, അച്ചാറ്, അതേപോലെ സ്വീറ്റ് ബോക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ കൽപ്പാത്തിയുടെ ഫേമസ് കടയാണ്, നിങ്ങളെല്ലാവരും വരണം. ഈ കട തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് കാണിച്ച് മേടിക്കാം. അപ്പോൾ നിങ്ങൾ ഗ്രാമത്തേക്ക് വരുമ്പോൾ അതേപോലെ അടിപൊളി ഇഡ്ഡലിപ്പൊടിയും അതേപോലെ അപ്പവും മുറുക്കൊക്കെ ഉണ്ട്. നിങ്ങളെന്തായാലും വന്ന് മേടിക്കാം. ഇതാണ് കട, മറക്കണ്ട. വേപ്പില കിട്ടിയോ? അത് നാരകത്തിന്റെ ഇലയും പുളി മുളകും കൂടി ഇടിച്ചിട്ടുണ്ടാക്കണം. നമ്മൾ ഓർമ്മയിൽ ഓ, വേറെ എന്തൊക്കെയാ? ഇത് ഇഡ്ഡലിപ്പൊടി അല്ലേ, രസം പൊടിയല്ലേ? അച്ചാറ്, മുറുക്കല്ലേ? ഇത് ഉള്ളിയുടെ കൊണ്ടാട്ടല്ലേ? ഉണ്ണിത്തണ്ടിന്റെ ഉണ്ടായിരുന്നു. അരിയുടെ കൊണ്ടാട്ടം. അരി കണ്ടിട്ട് 2 ഇത്, ഒന്ന് വെള്ളയും ഒന്ന് മുളക് പൊടി ചേർത്ത്. പപ്പടം എടുക്കാൻ വന്നു. എന്താണ് കൽപ്പാത്തിയിലെ കുമരൻ കഫേയിലാണ് ഇവിടുത്തെ മെയിൻ. ശരിയാണ്. അപ്പോൾ എല്ലാവരും അവിടെ വന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ രഥം പൂർണ്ണമായിട്ട് ഓപ്പൺ ആയിട്ടില്ല. നല്ല വെയിൽ വന്നു തുടങ്ങി. ഏകദേശം 10-11 മണിയായി. ഞങ്ങൾ കൽപ്പാത്തിയിൽ നിന്ന് പോവാണ്. അപ്പം ഇനി രഥോത്സവത്തിന് കാണാം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ക്യാമറമാനെ തൂക്കി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്.